ശാന്തി. ഇന്ന് നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിവസമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി കൊണ്ടാടുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത വളരെ വിശിഷ്ട സേവനങ്ങൾക്ക് ഓർമ്മയായിട്ടാണ് അദ്ദേഹത്തിന് ഒരു 1992 മരണാനന്തരം ഒരു ഭാരതരത്നം അവാർഡ് കൊടുത്തും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1947 മുതൽ 1953 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി, സെക്കൻഡറി, അതുപോലെ സയൻറ്റിഫിക് സ്റ്റഡികളായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കമ്മീഷനുകളൊക്കെ രൂപീകരിച്ചു. IIT, IIM, UGC, അതുപോലെ ഡൽഹി സർവകലാശാല എന്നിവയ്ക്കൊക്കെ പിന്നിലെ ബുദ്ധി കേന്ദ്രം അദ്ദേഹമായിരുന്നു. സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി ഇതെല്ലാം സ്ഥാപിച്ചു. പ്രത്യേകിച്ചും വനിതകൾക്കുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, 14 വയസ്സ് വരെ വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ അദ്ദേഹം പത്രപ്രവർത്തകനായിട്ടും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും അദ്ദേഹം വളരെ നവോത്ഥാനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചത്. ഇത്രയും വലിയൊരു വിശിഷ്ട ഭാവനയോടുകൂടി വിദ്യാഭ്യാസം സ്വതന്ത്ര ഇന്ത്യയിൽ തുടങ്ങി വെച്ചെങ്കിലും നമുക്കൊന്ന് നോക്കാം, ഇപ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖല എത്ര മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത് നോക്കൂ. തൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ, ദിവ്യതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ്. അപ്പം നമുക്കൊന്ന് നോക്കൂ, നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യത, പൂർണ്ണത പുറത്തു കൊണ്ടുവരണം. അതായത് മനുഷ്യ സംസ്കാരത്തിൽ സദാചാരബോധം വേണം, തത്വശാസ്ത്രം, അതിനൊക്കെ കേന്ദ്രീകൃതമായതാണ് ആത്മീയത, മൂല്യങ്ങള്. ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയുടെ ആധാരത്തിൽ നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ജോലിയെ ലക്ഷ്യമാക്കിയിട്ട് പഠിക്കുന്നു, അതിനനുസരിച്ചുള്ള സ്കിൽസുകൾ അവർ തേടുന്നു. മൂല്യങ്ങളും സംസ്കാരവും ആർക്കും ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആ കഴിവുകൾക്ക് ശ്രദ്ധ ഊന്നി ലോകത്തിന്, ഭാരതത്തിന്, സമൂഹത്തിന് നന്മ ചെയ്യാൻ പ്രാപ്തരാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് പുനർചിന്തനം ചെയ്യൂ. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികള്, പിരിമുറുക്കങ്ങള്, കുടുംബത്തിലോ സമൂഹത്തിലോ ജോലി സ്ഥലത്തോ ഫലപ്രദമായി കാര്യങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ ശ്രേഷ്ഠമായൊരു സ്വഭാവം, ആന്തരിക ഒരു ശക്തി, വിവേചിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം വികസിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ തോൽവികളാവാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോലും വിഘ്നങ്ങളിടാൻ നമ്മുടെ പ്രവർത്തനം ഒരിക്കലും ഉതകുന്നതാവാൻ പാടില്ല. നിത്യേനയുള്ള ആത്മീയ പഠനം തന്നെയാണ്, ധ്യാന പരിശീലനം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മീയതയും മൂല്യങ്ങളും നിറയ്ക്കാൻ ഏറ്റവും ഉത്തമം. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷൻ വേണം, നമ്മൾക്ക് തന്നെ ഒരു ഔട്ട്ലുക്ക് വേണം, നമ്മളുടേതായിട്ടുള്ള കുറേ ചിന്താധാരകൾ വേണം. നമുക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ എത്ര ഉയർത്തിക്കൊണ്ടുപോവോ, നമ്മളിപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, കോസ്റ്റ്ലി ആയിട്ടുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സർട്ടിഫിക്കറ്റ്, സത്യത്തിൽ എവിടെ പഠിച്ചാലും സർട്ടിഫിക്കറ്റ് ഒന്നുപോലെയാണെങ്കിലും കൂടിയിട്ട്
ധനാഢ്യമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ വളരുന്ന വിദ്യാഭ്യാസത്തിൽ മൂല്യശോഷണങ്ങൾ നടന്നു. സാധാരണ കുടുംബത്തിലെയും വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെയും അവരുടെ പ്രവൃത്തി മണ്ഡലം ഉയർന്ന തരത്തിൽ സമൂഹ സേവനത്തിനും വിശ്വസേവനത്തിനും ഉതകുന്നതാണെങ്കിൽ പോലും അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുവാൻ ഒത്തിരി കോസ്റ്റ്ലി ആയിപ്പോയി. അതുകൊണ്ട് വിദ്യാഭ്യാസം ഈ 14 വയസ്സ് വരെ കൊടുക്കുന്നു. അത് പൂർണ്ണമായിട്ടും കൊടുക്കുന്ന ആ ഒരു സാമ്പത്തിക മൂല്യങ്ങൾ അല്ല, സാമ്പത്തികമായ പ്രതിബദ്ധത ഇല്ലാതെ കൊടുക്കുന്ന, സൗജന്യമായി കൊടുക്കുന്നത് എത്രയും ഉയർത്തി കൊണ്ടുപോകണം. എത്ര തലത്തിലാണോ കുട്ടികൾ വളരെ ഉന്നതിയിലേക്ക് പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ ഗവൺമെന്റിന്റെ തലത്തുനിന്നോ ഏതെങ്കിലും സംഘടനാപരമായിട്ടോ അവർക്ക് കൊടുക്കണം. ഒപ്പം തന്നെ ആത്മീയതയും മൂല്യങ്ങളുടെയും ക്ലാസ് നമ്മൾ സദാ എല്ലാ കുട്ടികൾക്കും സ്കൂൾ തലത്തിൽ തന്നെ കൊടുക്കണം. നോക്കൂ അമ്മമാരെ, പിതാക്കളെ, കാരണം ആരാണോ ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ അത് മനസ്സിലാക്കൂ. നമ്മുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്. സത്യമായിട്ടും നമ്മൾ എന്തൊക്കെ പറയുന്നു കേൾക്കുന്നു, കുട്ടികളുടെ പഠനം തുടങ്ങുന്നത് ഗർഭാവസ്ഥയിൽ തന്നെയാണ്. ആ ഗർഭാവസ്ഥയിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടി വളരെ സാഹൂതം അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയാണ്. കാരണം നല്ല സംസ്കാര സമ്പന്നമായൊരു സംസ്കൃതി ഏത് കുടുംബത്തിലുണ്ടോ അവിടുത്തെ കുട്ടികളും അതേ സംസ്കൃതിയിലാണ് വളരുന്നത്. തൻ്റെ അച്ഛനും അമ്മയും തന്നെ ഒരു നല്ലൊരു റോൾ മോഡലാണെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതി വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കും. തീർച്ചയായിട്ടും ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ വളരെ മൂല്യത്തോടു കൂടി കുട്ടികളോട് വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഓരോ പഠനങ്ങളും പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ഓരോ ശൈലികളും ഓരോ സമയവും കുട്ടികൾക്ക് അനുഭവങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ അധ്യാപനത്തിലും തന്നെ തൻ്റെ മൂല്യങ്ങളെ എന്താണെന്ന് പോലും അറിയാത്ത അധ്യാപക വൃന്ദങ്ങള് കുട്ടികൾക്ക് എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കുന്ന, മാർക്ക് കിട്ടുന്ന തരത്തിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതി. കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ വലിയൊരു പശ്ചാത്താപം. കാരണം പല കഴിവുകൾ പലർക്കും പല തലത്തിലാണ്. ബുദ്ധിപൂർവമായിട്ട് ഉടനടി അത് സമ്പാദിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിവുള്ള ബുദ്ധി കൂർമ്മതയായില്ല. ചിലർക്ക് പ്രവർത്തന മണ്ഡലത്തിലായിരിക്കും അത് ഏറ്റവും. അപ്പോൾ ഏതൊരു തലത്തിലും കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരവരുടേതായ കഴിവുകളെ മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകർക്കും വളരെയധികം സാധിക്കും. പക്ഷെ എപ്പോഴും നമ്മൾക്ക് കുട്ടികളായിരിക്കണം പരമമായ ധനം ഒരു കുടുംബത്തിന്റെ അഥവാ ഒരു രാജ്യത്തിന്റെ. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കലും അവർക്ക് ഉത്തരവാദിത്തങ്ങളുള്ള ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കലും നമ്മൾ ബാല്യകാലങ്ങളിൽ തന്നെ തുടങ്ങണം. കാരണം ഏതൊരു കാര്യം അവർ കൊണ്ട് നടക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ പ്രതിസന്ധികൾ, അതിൻ്റെ വെല്ലുവിളികൾ അവർക്ക് ഉണ്ടാവുക. അതിനെ തരണം ചെയ്തിട്ട് അവർ തന്നെ അവരുടെ ജീവിതം തന്നെ ഒരു ലെസൺ ആക്കി മാറ്റണം. പുസ്തകങ്ങളിൽ പഠിക്കുന്ന ലെസൺസിന് പുറമേ അത് പഠിക്കാനുള്ളത്, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവർ വളരുന്നതിനോട് കൂടി അവരുടെ ജീവിതം തന്നെ പല ലെസൺസ്, എക്സ്പീരിയൻസുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിലാണ് ജീവൻ. ഒരു പഠിത്തമാണ്, ഒരു വിദ്യാഭ്യാസമാണ് അവർക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കലവറ. ആ ജീവിതത്തിൽ എവിടെ പോകുമ്പോഴും അവർക്ക് എവിടെയും തോൽവിയല്ല, അവർക്ക് അതെല്ലാം ഒരു ചവിട്ടുപടിയായിരിക്കും. കാരണം ഉയർച്ചയിലേക്ക് പോവാൻ, വിജയത്തിലേക്ക് പോവാൻ എവിടെയും ഒരു ചവിട്ടുപടി വേണം. അവരൊരിക്കലും അവതാളത്തിലേക്ക് വീഴാതെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീയ പഠനം സ്കൂൾ തലത്തിൽ കൊടുക്കണം. അതിന് പ്രചോദനമേകുന്ന ഒരു വിദ്യാഭ്യാസ മേഖല നമുക്കുണ്ടാവട്ടെ. ഏവർക്കും ഇന്നത്തെ ഈ ദിനം നന്മ നേർന്നു. ഓം ശാന്തി.